സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ആകെ സ്വത്ത് എത്ര? ഓരോ രൂപതയുടെയും ഇടവകയുടെയും വിവിധ സന്യസ്ത ഭവനങ്ങളുടെയും ഒക്കെ പേരിലുള്ള വികേന്ദ്രീകൃതമായ കണക്ക് ഒറ്റയടിക്ക് പറയുന്നവരുടെ കഴിവ് സമ്മതിക്കണം. അതാണ് ഹിന്ദുത്വ ദേശീയവാദികളുടെ കഴിവ്. എന്നാൽ അതിലും വലുത് വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ക്രൈസ്തവരോട് വിദ്വേഷം പ്രഖ്യാപിച്ച ചില ഇസ്ലാമികർ കിട്ടിയ അവസരത്തിൽ അത് കത്തോലിക്ക സഭയ്ക്കെതിരെ ആയുധമാക്കിയ കഴിവാണ്. കത്തോലിക്ക സഭയുടെ സ്വത്ത് സംബന്ധിച്ച ഇന്റർനെറ്റ് സെർച്ചിൽ തത്തപ്പറച്ചിൽ പോലെ പൊന്തി വരുന്ന ചില വിവരങ്ങളുണ്ട്. സഭാവിരുദ്ധ പ്രചാരകർ ചെലുത്തിയ ആശയങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ഭൂവുടമയായ കത്തോലിക്ക സഭയ്ക്ക് രാജ്യത്താകെ 17.29 കോടി ഏക്കർ ഭൂമി. അതിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ് ഗവൺമെന്റ് 1927 ഇന്ത്യൻ ചർച്ച് ആക്ട് വഴി മതപ്രചാരണത്തിനായി കത്തോലിക്ക സഭയ്ക്ക് നൽകിയത്. സഭ ഫലമായി പിടിച്ചെടുത്ത സ്വത്തുക്കളെ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നു എന്നിങ്ങനെ. ഇതൊന്നും വഖഫ് നിയമത്തെ സഭ പിന്തുണച്ചതിന് ശേഷം ഉണ്ടായതല്ല. നാളുകളായി ചിലർ പ്രചരിപ്പിച്ചു പോരുന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ പിടികിട്ടും അവയുടെ വിശ്വാസ്യത. ഒരേ സമയം വർഗീയതയും അജ്ഞതയും അസൂയയും കൂടിച്ചേർന്ന പ്രചാരണം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആംഗ്ലിക്കൻ സഭയെ ബ്രിട്ടീഷ് രാജാധികാരത്തിന് കീഴുള്ള ഇംഗ്ലണ്ടിലെ സഭയിൽ നിന്നും വിടുതൽ ചെയ്യാൻ പാസാക്കിയതാണ് 1927 ചർച്ച് ആക്ട്. അതുവഴി രാജാധികാരത്തിൽപ്പെട്ട ചില സ്വത്തുക്കൾ ഇന്ത്യയിലെ ആംഗ്ലിക്കൻ സഭയ്ക്ക് അഥവാ ഇന്ത്യൻ ചർച്ച് ട്രസ്റ്റികൾക്ക് ലീസായി നൽകാൻ അവസരമുണ്ടായി. ഇക്കാര്യങ്ങളോ ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസമോ ബ്രിട്ടീഷുകാരുടെ ബാന്ധവം ആംഗ്ലിക്കൻ സഭയോടായിരുന്നു എന്നതോ അറിയാത്ത മതവർഗീയത മാത്രം അറിയുന്ന പാമര ബുദ്ധികളുടേതാണ് സഭാവിരുദ്ധ ലേഖന സൃഷ്ടികൾ എന്നോർക്കുമ്പോൾ രോഷത്തോടെയെങ്കിലും സഹതപിക്കേണ്ടി വരും. ഈ അബദ്ധപാഠമൊക്കെ ചുരുങ്ങിയ നേരത്തേക്ക് RSS മുഖപത്രം ഓർഗനൈസറും പങ്കുവെച്ചെങ്കിലും പിൻവലിച്ചു. പക്ഷേ അതില്ലാതായിട്ടില്ല. കാരണം അതിൻ്റെ ഉറവിടം ഓർഗനൈസറിന് പുറത്താണ്. മുനമ്പ പ്രശ്നത്തിൽ കത്തോലിക്ക സഭയെ ആക്ഷേപിക്കുവാൻ ചില ഇസ്ലാമിക മാധ്യമങ്ങളും വഖഫ് പക്ഷ യൂട്യൂബർമാരും മറ്റു ചില ഉറവിടങ്ങളിൽ നിന്ന് ഇതേ പാഠമെടുത്ത് അവതരിപ്പിച്ചത് 6 മാസം മുമ്പാണ്. ഓർഗനൈസർ തൊടാഞ്ഞതുകൊണ്ട് അന്നത് വിവാദമായില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഗവൺമെന്റ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഗ്ലിസ് എന്നൊരു വെബ്സൈറ്റിൽ നിന്ന് വിവരാവകാശ പ്രകാരം സമ്പാദിച്ച വിവരം എന്ന മട്ടിലാണ് ചിലർ ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. ഒരു വ്യാഴവട്ടത്തിലേറെ മുമ്പ് മാധ്യമം പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനമാണ് ഓർഗനൈസർ ഉപയോഗിച്ചതെന്ന് ചിലർ പറയുന്നെങ്കിലും അങ്ങനെയൊന്നിന്റെ കോപ്പി ആരും ഹാജരാക്കുന്നില്ല. 6 മാസം മുമ്പ് വഖഫ് പക്ഷവാദികൾ ഉപയോഗിച്ച റിപ്പോർട്ടിന്റെ അസലുകൾ ഇപ്പോഴും ഗൂഗിൾ തെരച്ചിലിൽ കാണാം. 3 ഉദാഹരണമെങ്കിലും ഇവിടെ ചൂണ്ടിക്കാട്ടാനുണ്ട്. 2 എണ്ണം 2024 ഫെബ്രുവരി 21 ഋത്തിക് രാജ് എന്ന ലേഖകന്റെ പേരിൽ DNA ഭാരതി എന്നീ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. ക്രൈസ്തവ വിരുദ്ധതയുടെ എല്ലാ വിഭവങ്ങളും സമൃദ്ധമായി ഉപയോഗിക്കുന്ന ഓൺലൈൻ വേദിയാണ് ഭാരതി. 3ാമത്തെ ഉദാഹരണം ഇതിനൊക്കെ 5 മാസം മുമ്പ് 2023 ഒക്ടോബറിൽ മീഡിയം എന്ന ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ സുമൻ ശേഖർ രാജ് ഹാംസ് പ്രസിദ്ധീകരിച്ച ലേഖനം സഭയ്ക്കുണ്ടെന്ന് ഇവർ പറയുന്ന
17.29 കോടി ഏക്കറിന്റെ മതിപ്പ് വില ചിലർക്ക് 20,000 കോടി രൂപയെങ്കിൽ മീഡിയത്തിനും മറ്റും 50,000 കോടി രൂപയ്ക്കും ലക്ഷം കോടി രൂപയ്ക്കും ഇടയ്ക്കെന്ന വ്യത്യാസമുണ്ട്. മീഡിയം ലേഖനത്തിന്റെ ഒടുവിലുള്ള കുറിപ്പാണ് ഏറെ ശ്രദ്ധേയം. സർക്കാരിന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്ന്. അതെ, അതൊക്കെ രഹസ്യം. സഭയുടെ സ്വത്ത് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ട്രസ്റ്റുകളും സൊസൈറ്റികളും മുഖേന കൈക്കലാക്കിയതാണെന്ന ആക്ഷേപം ഏക സ്വരത്തിൽ ഉറപ്പിക്കാൻ പ്ലാൻ ചെയ്തുള്ള റിപ്പോർട്ടുകൾ തിരിച്ചറിയാൻ ഈ കുറിപ്പ് പോരെ? കത്തോലിക്ക സഭയുടെ സ്വത്ത് 1927 ഇന്ത്യൻ ചർച്ച് ആക്ട് വഴി ലഭിച്ചതായതിനാൽ അതിനെതിരെ ചർച്ച് ബില്ല് കൊണ്ടുവരണമെന്നും കൊണ്ടുവരുവാൻ ന്യായമുണ്ടെന്നും സമർത്ഥിക്കുവാൻ മുൻകൂറെറിയുന്ന കല്ലാണ് ഈ ആരോപണം. ചില വഖഫ് പക്ഷപാതികൾ ഇതേ കല്ല് ഉപയോഗിക്കുന്നത് കത്തോലിക്ക നേതൃത്വം വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചതിന്റെ പ്രതികാരഭാവത്തോടെയാണ്. സ്വത്ത് സമ്പാദനത്തിൽ കത്തോലിക്ക സഭ മഹാപാതകം ചെയ്തു എന്ന ധാരണ സൃഷ്ടിക്കുവാൻ. പക്ഷേ ഏതൊക്കെ സ്വത്താണ് കത്തോലിക്ക സഭയുടേത് എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണ് കാടടച്ചുള്ള ഈ വ്യാജ റിപ്പോർട്ടിങ്? തീവ്ര ഹിന്ദുത്വ ദേശീയവാദികളുടെ ഭൂമികയിൽ വേറെ ആരൊക്കെ ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നു എന്നും ഇപ്പോൾ വ്യക്തമല്ല. ഇവരുടെ ലേഖനങ്ങളിൽ ഗ്ലിസിൽ നിന്ന് ലഭിച്ച വിവരം എന്ന പരോക്ഷമായ അവകാശവാദം കാണാം. പക്ഷേ തെളിവൊന്നും ലേഖനങ്ങളിൽ ഇല്ല. 17.29 കോടി ഏക്കർ എന്നത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയായ 81.2 കോടി ഏക്കറിന്റെ 1/5 കൂടുതൽ വരും. കത്തോലിക്ക സഭയ്ക്ക് മാത്രം ഇത്രയും സ്വത്തുണ്ടെന്ന് പറയുന്ന കണക്ക് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും ഉള്ളവർക്ക് വിശ്വസിക്കാനാകുമോ? ഈ സ്വത്തിന്റെ മതിപ്പ് വില 1,00,000 കോടി എന്ന കണക്ക് സ്വീകരിച്ചാലും ഏക്കറിന് 6,000 രൂപയിൽ താഴെ ആക്ഷേപിക്കാനുള്ള വെപ്രാളത്തിൽ പറഞ്ഞു വെക്കുന്നത് 1927 വിലയോ അല്ലെങ്കിൽ തന്നെ ആധികാരികമായ ഇങ്ങനെയൊരു ഏകീകൃത സ്വത്ത് കണക്ക് ആരുടെ കൈവശമുണ്ട്? ഒരേ ഉറവിടത്തിൽ നിന്ന് പുറത്തുവിട്ട കണക്ക് സംഘടിതമായും ആസൂത്രിതമായും സിൻഡിക്കേറ്റിനെ പോലെ പ്രചരിപ്പിക്കുകയാണിവർ. കത്തോലിക്ക സഭയെ ആക്രമിക്കുവാൻ ബദ്ധശത്രുക്കളുടെ ലേഖനം ആധാരമാക്കുന്ന വിചിത്രമായ കാഴ്ചയും സ്വത്തു കണക്കിന്റെ ആഘോഷത്തിലുണ്ട്. ഓർഗനൈസർ പിൻവലിച്ച ലേഖനം പോലും ഇസ്ലാമിക മാധ്യമത്തിന്റെ കണ്ണിൽ സത്യം വെളിപ്പെടുത്തൽ. കത്തോലിക്ക സഭയ്ക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് പാട്ടത്തിന് ലഭിച്ച സ്ഥലമുണ്ടോ, എത്രമാത്രം എന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞല്ല സ്വത്തു കണക്കിന്റെ ലേഖനം ചമച്ചത്. വസ്തുമൂല്യമുള്ള ഇടങ്ങളിൽ സഭയ്ക്കുള്ള ആസ്തികളും ക്രൈസ്തവ അടയാളങ്ങളും ചിലരെ അസ്വസ്ഥരാക്കുന്നു. അതിലുപരി കത്തോലിക്ക സഭയ്ക്ക് രാജ്യത്താകെയുള്ള സ്ഥാപനങ്ങളുടെ കണക്കാണ് അവരെ വിരളി പിടിപ്പിക്കുന്നത്. മീഡിയം പറയുന്ന കണക്ക് പ്രകാരം കത്തോലിക്ക സഭ രാജ്യത്താകെ 14,429 കോളേജുകളും സ്കൂളുകളും 1086 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 1826 ആശുപത്രികളും ഡിസ്പെൻസറികളും നടത്തുന്നു. മറ്റു സ്ഥാപനങ്ങളുടെ കാര്യം നിൽക്കട്ടെ, ഇതെല്ലാം കത്തോലിക്ക സഭയുടേത് തന്നെയോ എന്ന് പോലും ഉറപ്പില്ലെങ്കിലും ക്രൈസ്തവരെ കുറിച്ചുള്ള അറിവ് രാജ്യത്ത് സങ്കുചിത തീവ്ര ഹിന്ദു ദേശീയത മാത്രം മതിയെന്ന് ശഠിക്കുന്ന ചിലരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇതെല്ലാം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക മാത്രമാണ് അവർ കാണുന്ന പരിഹാരം. അതിനുള്ള വഴിയാണ് എല്ലാം കത്തോലിക്ക സഭയുടേതാണെന്നും എല്ലാം ബ്രിട്ടീഷുകാർ സമ്മാനിച്ചതാണെന്നും തിരിച്ചു പിടിക്കേണ്ടതാണെന്നുമുള്ള തുടർച്ചയായ പ്രചാരണം. മറ്റാരുടെയും അവകാശം നിഷേധിച്ചോ ആരോടെങ്കിലും മത്സരിച്ചോ അല്ല കത്തോലിക്ക സഭ ദീർഘവീക്ഷണത്തോടെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് അത് ചെയ്യാതെ പോയവരുടെ ചില പിന്മുറക്കാർ ഇന്ന് ദുഷ്പ്രചരണം നടത്തുന്നതല്ല പരിഹാരം. കത്തോലിക്ക സഭ പ്രവർത്തിപ്പിച്ച സ്ഥാപനങ്ങൾ
നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ജനവിഭാഗങ്ങളും രാഷ്ട്രീയ നായകരും ഇപ്പോഴുമുണ്ട്. ലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സഭയുടെ സ്വത്തുവകകൾ സിംഹഭാഗവും വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ച ധനം കൊണ്ട് നേടിയവയാണ്. ക്രൈസ്തവരുടെ കൈവശത്തിലുള്ള ഇടങ്ങൾക്ക് മൂല്യമുണ്ടായത് അവിടങ്ങളിൽ സഭാ നേതൃത്വവും സന്യസ്തരും പ്രേക്ഷിതരും പൂർണ്ണ സമർപ്പണത്തോടെ വളർത്തിയെടുത്ത സ്ഥാപനങ്ങൾ നിമിത്തം. ക്രൈസ്തവർ നഗര സൗകര്യം തട്ടിയെടുക്കുകയല്ല, നഗര സൗകര്യം രൂപപ്പെടാൻ കാരണമാകുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ ഏറ്റെടുത്ത ഇടങ്ങൾ നഗരപ്രദേശങ്ങളാകാൻ വഴിയൊരുക്കി. ഈ വളർച്ചയുടെ വഴി അറിയാതെ വളർച്ച കൊണ്ടുവന്ന ക്രൈസ്തവരെ വളർച്ചയുടെ കൊള്ളക്കാരെന്ന് ചിത്രീകരിക്കുന്നതിനു പിന്നിൽ മതവർഗീയതയാലുള്ള അസൂയ എന്ന പൈശാചിക പ്രേരണ മാത്രം. ഈ തിന്മ ബാധിച്ചവർ പ്രതിവിധിയായി തങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കട്ടെ. വഖഫ് വിഷയത്തിൽ മുസ്ലിങ്ങളെ ഒറ്റുകൊടുത്ത ക്രൈസ്തവർക്കെതിരെ മോദി സർക്കാർ ചർച്ച് ആക്ട് കൊണ്ടുവരുമത്രേ. ക്രൈസ്തവരെ തേടി ഹിംസകരെത്തുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരും എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം ഉണ്ടാകില്ലത്രേ. വഖഫ് പക്ഷപാതികളുടെ ഈ ഭീഷണി കേട്ട് ക്രൈസ്തവർ പേടിച്ചോ? ചർച്ച് ആക്ട് എന്നൊരു മിത്തിനെ കുറിച്ച് കേട്ടാലുടൻ അവർ പേടിക്കുമെന്നാണ് ചിലരുടെ വിചാരം. വഖഫിന്റെ മേൽ മോദി സർക്കാർ കൈവച്ചത് എന്തുകൊണ്ടെന്ന് അക്കൂട്ടർ ആദ്യം മനസ്സിലാക്കണം. അദൃശ്യനായ ഉടമയുടെ പേരിൽ ഭൗതിക വസ്തുവകകൾ ഉണ്ടാകാൻ അനുവദിക്കുന്ന സമ്പ്രദായം മുസ്ലിം സമൂഹം കൊണ്ടു നടക്കുന്നു. ആ സ്വത്തുക്കളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനം കോൺഗ്രസ് സർക്കാരുകൾ പാർലമെന്റിൽ പാസാക്കിയ വഖഫ് നിയമങ്ങളാൽ ബലപ്പെടുത്തി കൊടുത്തു. ആ നിയമങ്ങൾ ഇസ്ലാമികരല്ലാത്തവരുടെ വരെ സ്വത്തിനുമേൽ അപ്രതീക്ഷിത നേരത്ത് ഇടുത്തി പോലെ കടന്നു കയറാൻ വഖഫ് പക്ഷത്തെ അനുവദിക്കുകയും അതിനെതിരെ സാധാരണ നിലയ്ക്ക് കോടതികളിലൂടെ സംരക്ഷണം നേടാൻ ജനങ്ങൾക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തു. ഇതെല്ലാം ചേർന്ന് പാർലമെന്റിന്റെ പിന്തുണയോടെ വഖഫ് അധിനിവേശം നിലനിന്നതുകൊണ്ടാണ് പാർലമെന്റിൽ തന്നെ മോദി സർക്കാർ അതിനെതിരെ കൈവച്ചത്. ക്രൈസ്തവരുടെ സ്വത്തുക്കൾക്ക് അദൃശ്യനായ ഉടമസ്ഥൻ ഇല്ല. എല്ലാ ഉടമസ്ഥതയും രാജ്യത്തെ നിയമത്തിന് വിധേയമാകുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റുകളുടെയും സൊസൈറ്റികളുടെയും ഒക്കെ പേരിലാണ്. മറ്റുള്ളവർക്കെതിരെ ക്രൈസ്തവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ മതബദ്ധതയുള്ള ഒരു പ്രത്യേക നിയമവും ആരും പാസാക്കിയിട്ടില്ല. ക്രൈസ്തവരുടേതല്ലാത്ത സ്വത്തുക്കൾക്കുമേൽ ക്രൈസ്തവ സമ്പ്രദായങ്ങൾ കടന്നാക്രമണം നടത്തുന്നില്ല. മറ്റുള്ളവരുടെ സമ്പത്തിനു മേൽ അവകാശം പറയുവാനും അധിനിവേശം നടത്തുവാനും ക്രൈസ്തവരെ പിന്തുണയ്ക്കുന്ന ഒരു നിയമവും, ഒരു സൂപ്പർ നിയമവും പാർലമെന്റ് പാസാക്കിയിട്ടില്ല. അതിനാൽ പാർലമെന്റിന് കൈവയ്ക്കേണ്ടിയും വരുന്നില്ല. ചർച്ച് ആക്ട് എന്ന് പേരിട്ടൊരു കാർപ്പറ്റ് നിയമം പാസാക്കി ക്രൈസ്തവരുടെ മാത്രം സ്വത്തവകാശം പാർലമെന്റിന് നിയന്ത്രിക്കുവാൻ കഴിയുന്നത് എങ്ങനെ? എന്തെന്നാൽ, ഒരിക്കൽ കൂടി പറയട്ടെ, ആ സ്വത്തുക്കൾ മൂർത്ത വ്യക്തികളുടെയോ മൂർത്ത സ്ഥാപനങ്ങളുടെയോ പേരിലാണ്. മറ്റേതൊരു പൗരന്റെയും ട്രസ്റ്റിന്റെയും സ്വത്ത് എന്ന പോലെ മോദി സർക്കാരിന്റെ ആലോചനയിൽ ഉണ്ടെന്ന് വഖഫ് പക്ഷം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉമ്മാക്കിയാക്കി അവതരിപ്പിക്കുന്ന ചർച്ച് ആക്ട് വഖഫ് പക്ഷവാദികളുടെ മിത്തിക്കൽ സൃഷ്ടിയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിനെ ക്രൈസ്തവരോട് ചെയ്യാവുന്ന ഏറ്റവും കഠിനമായ സ്വത്ത് ദ്രോഹം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാട്ടത്തിന് കിട്ടിയ സ്വത്ത് ഉണ്ടെങ്കിൽ പാട്ടം പുതുക്കാതെ അവിടങ്ങളിൽ സഭകൾ സ്ഥാപിച്ച എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഏകപക്ഷീയമായും ക്രൂരമായും നിർത്തിച്ച് ഇറക്കി വിടുക എന്നതാണ്. സഭയുടെ മിക്ക സ്വത്തുക്കളും ഇത്തരത്തിലാണെന്ന ധാരണയാൽ അങ്ങനെ സംഭവിക്കണമെന്ന് ചില വർഗീയവാദികളും പ്രതികാര മനോഭാവത്തോടെ
ചർച്ച് ആക്ട് എന്ന് ഉരുവിടുന്ന വഖഫ് വാദികളും ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ചർച്ച് ആക്ട് എന്ന വാക്കിന്റെ ഉറവിടം വി.ആർ. കൃഷ്ണയ്യർ, കെ.ടി. തോമസ് എന്നിങ്ങനെ ചിലരുടെ ബുദ്ധിയിൽ മുളച്ച നീക്കമാണ്. ചർച്ച് ആക്ട് എന്നത് അവർ പദ്ധതിയിട്ട കാര്യവുമാണ്. ക്രൈസ്തവ സമൂഹത്തിലെ കെട്ടുറുപ്പിന്റെ ഒരു ഘടകം അതിന്റെ സ്വത്തുവകകളിൽ മേൽ വൈദിക നേതൃത്വത്തിനുള്ള നിയന്ത്രണമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് തകർക്കുവാനും രാഷ്ട്രീയ ശക്തികൾക്ക് കടന്നു കയറാൻ അവസരമൊരുക്കുവാനുമുള്ള മോഹത്തോടെ വിഭാവനം ചെയ്തത്. ഈ മോഹക്കാരെ പിന്തുണയ്ക്കാൻ മറ്റൊരു കൂട്ടരും ഉണ്ടായി. സഭയുടെ സ്വത്തുവകകളിൽ മേൽ തങ്ങൾക്ക് നിയന്ത്രണം ലഭിച്ചാൽ അത് സ്വേച്ഛ പോലെ ഭരിച്ചു നടക്കുവാനും ആളാകുവാനും അവസരം കിട്ടുമെന്ന് കരുതുന്ന ചിലർ, ഏറെയും സ്വാർത്ഥമോഹികൾ. പഴങ്കഥയിലേതുപോലെ സ്വത്തവകാശം അൽമായർക്ക് വേണമെന്ന വാദവും തങ്ങളാണ് അൽമായരുടെ എല്ലാം സ്വരമെന്ന ഭാവവും അവരുടേതാണ്. അവർക്ക് പറയാനുള്ളത് സഭയുടെ സ്വത്തുക്കൾ വിശ്വാസികളുടെ സംഭാവനയാണെന്ന ന്യായം. അവരുടെ നിലപാടിനെ മുൻനിർത്തിയാണ് കൃഷ്ണയ്യരുടെ സംഘം ചർച്ച് ആക്ട് മുന്നോട്ട് വെച്ചത്. എത്രയേറെ വിശ്വാസികളുടെ എത്ര വലിയ സംഭാവനയും സഭയുടെ സ്വത്താകാൻ അപ്പസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് നിന്നേ മതിയാകൂ എന്ന് ഭൂരിപക്ഷം അൽമായർക്കും അറിയാം. വിശ്വാസികൾ കൂട്ടായി സംഭാവന നൽകണമെങ്കിൽ ആ കൂട്ടായ്മയോട് ചേർന്ന് വൈദിക നേതൃത്വം വേണമെന്നും വിശ്വാസികൾക്കറിയാം. കത്തോലിക്ക സഭയിലെ ദേവാലയത്തെ ദൈവാലയമാക്കുന്നത് ഏതെങ്കിലും അൽമായ മഹാനേതാവിന്റെ മഹത്വമല്ല, അപ്പസ്തോലിക പിന്തുടർച്ചക്കാരുടെ എളിയ ആശീർവാദമാണെന്ന കാര്യവും വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. അൽമായർ 10,000 കോടി പിരിച്ചു മന്ദിരം പണിതാലും പള്ളിയാകില്ല. അതുകൊണ്ട് സംഭാവനയുടെ കാര്യം പറഞ്ഞ് സഭാസ്വത്തുകൾ അലങ്കോലമാക്കുവാനോ അവസരവാദികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനോ വിശ്വാസികളുടെ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നുമില്ല. ഇത് മറച്ചുപിടിച്ച് കേരളത്തിലെ ചിലരുടെ ചർച്ച് ആക്ട് ഭാവനയെ കത്തോലിക്ക സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനുള്ള മോദി സർക്കാരിന്റെ ഉള്ളിലിരിപ്പാക്കി പ്രചരിപ്പിക്കുന്നവരെ ക്രൈസ്തവർക്ക് തൽക്കാലം തിരിച്ചറിയാം. വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച സഭാ നേതൃത്വം ചർച്ച് ആക്ടിനെ അനുകൂലിക്കുമോ എന്ന് വെല്ലുവിളിച്ച ക്ഷുദ്ര ചാനലുകളോടും ഇതേ പറയാനുള്ളൂ. നിലവിൽ ചർച്ച് നിയമമില്ല, ചർച്ചിന്റെ അധിനിവേശവുമില്ല. അൽമായരെ സ്വത്ത് ഏൽപ്പിക്കണമെന്ന് വൈദിക വിരോധത്താൽ ക്ഷുദ്ര ചാനലുകൾ പറഞ്ഞാലും കത്തോലിക്ക സഭയിലെ ഭൂരിപക്ഷം വിശ്വാസികളും അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ക്ഷുദ്ര ചാനലുകളുടെ ഭരണമൊക്കെ സ്വന്തം പരിധിക്കുള്ളിലാകട്ടെ, വഖഫ് വാദികളുടെ ഇടപെടലും സ്വന്തം കാര്യത്തിൽ മാത്രമാകട്ടെ. വഖഫ് നിയമത്തിന്റെ കാര്യത്തിൽ ക്രൈസ്തവ നേതൃത്വം ഇടപെട്ടെങ്കിൽ അത് ക്രൈസ്തവ കുടുംബങ്ങളെ കുടിയിറക്കുവാൻ ആ നിയമം ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ്. ബന്ധപ്പെട്ട വകുപ്പിന്റെ മാത്രം പേരിലും വഖഫ് നിയമം മൂലമുണ്ടായ അതിക്രമത്തിന് പരിഹാരം കാണാൻ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കളെ അനുവദിക്കാത്ത മത നേതൃത്വത്തിന് ക്രൈസ്തവ നേതൃത്വത്തിന്റെ ഇടപെടലിനെ വിമർശിക്കുവാൻ അർഹതയുണ്ടോ? എന്തായാലും മുസ്ലിം സമൂഹത്തിന്റെ കാര്യങ്ങളിൽ ഇതിനപ്പുറം ഒരു ഇടപെടൽ സഭാ നേതൃത്വം നടത്താറില്ല, നടത്തുന്നുമില്ല. ഇനി ഉന്നത നീതിപീഠങ്ങൾ മാത്രമോ ശരണം? ചില ഉത്തരേന്ത്യൻ സംസ്ഥാന സർക്കാരുകളുടെ ഏകപക്ഷീയമായ മിഷണറി ദ്രോഹ നിലപാടുകൾ അത്തരം സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. പുരോഗമനപരമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട സ്ത്രീ പീഡന വിരുദ്ധ നിയമം പോലെ, പാകിസ്ഥാനിലെ മതനിന്ദ നിയമം പോലെ ഉത്തരേന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമവും ദുരുപയോഗിക്കപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ നഴ്സിംഗ് കോളേജ് അധ്യാപിക മലയാളിയായ സിസ്റ്റർ ബിൻസി ജോസഫ്. പഠനകാര്യത്തിലെ വീഴ്ചയ്ക്ക് നടപടിയെടുത്താൽ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് വിദ്യാർത്ഥികൾ കേസ് കൊടുക്കുന്ന വിധം അത്രമാത്രം
ഏകപക്ഷീയമാണ് നിയമത്തിലെ വകുപ്പുകൾ. അത്രമാത്രം നിസ്സാരമായാണ് തദ്ദേശീയ ഹൈന്ദവർ ഈ നിയമം ദുരുപയോഗിക്കുന്നതും. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ സംഭവിച്ചിരിക്കുന്നത് അതിന്റെ വിനാശകരമായ രൂപം. മതിയായ ഹാജരില്ലാത്തതിനാൽ വിദ്യാർത്ഥിനിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോളേജ് അധികൃതർ പറഞ്ഞതിന്റെ പേരിൽ നിർബന്ധിച്ചു മതമാറ്റിയെന്ന് അധ്യാപികക്കെതിരെ കേസ്. 80% ഹാജർ നിർബന്ധമായിരിക്കെ 32% മാത്രം ഹാജരുള്ള വിദ്യാർത്ഥിനിക്കാണ് കുങ്കുരിയിലെ ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് അധികൃതർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത്. അതേ തുടർന്ന് തന്നെ ഭീഷണിപ്പെടുത്തി മതം മാറ്റി എന്ന് കളക്ടർക്ക് ആ വിദ്യാർത്ഥിനി പരാതി നൽകി. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് സിസ്റ്റർ ബിൻസിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. വ്യാജ കേസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തള്ളിപ്പോകുമെന്നത് ഇക്കാര്യത്തിൽ മതിയായ ആശ്വാസമല്ല. നാളേറെ കഴിഞ്ഞുള്ള വിടുതൽ സ്ഥാപനത്തിനും വ്യക്തിക്കും സംഭവിച്ച നഷ്ടങ്ങൾക്ക് തക്ക പരിഹാരവുമല്ല. ഇത്തരമൊരു കഠിന നിയമത്തിൽ വ്യാജ പരാതിക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയില്ല എന്നതാണ് അനീതിയും വിവേചനവും. കാരണം വ്യക്തിപരമായ വിരോധത്തിന്റെ മാത്രം പേരിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ ജാമ്യം കിട്ടാത്ത കുറ്റം ആരോപിക്കാൻ ഏത് തദ്ദേശീയനും കഴിയും? ഇത്തരത്തിലാണല്ലോ കേരളത്തിൽ തലങ്ങും വിലങ്ങും സ്ത്രീ പീഡന കേസുകൾ ഉദയം ചെയ്തത്. പലതും വ്യാജമെന്ന് നീതിപീഠം കണ്ടെത്തി. വിദ്വേഷവും പകയും തീർക്കുവാൻ കേസ് കൊടുത്ത് നിരപരാധരെ ദ്രോഹിച്ച സംഭവങ്ങൾ തിരിച്ചറിഞ്ഞാണ് വ്യാജ പരാതിക്കാർ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന താക്കീത് അടുത്തിടെ ആദ്യമായി നീതിപീഠം നൽകിയത്. വ്യാജ കേസുകളിൽ കുടുങ്ങിയ പുരുഷന്മാർക്ക് നീതിപീഠത്തിന്റെ ഇടപെടൽ നൽകിയ ആശ്വാസം ചെറുതല്ല. ഇതേ ആശ്വാസമാണ് ഛത്തീസ്ഗഡ് അടക്കം പല സംസ്ഥാനങ്ങളിലെയും ക്രൈസ്തവർ ആഗ്രഹിക്കുന്നത്. തീവ്ര ഹിന്ദുത്വവാദികളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി ചില സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയ നിർബന്ധിത മതം മാറ്റ നിരോധന നിയമം മിഷണറിമാരെ പീഡിപ്പിക്കാനുള്ള കിരാത നിയമം മാത്രമാണിപ്പോൾ. വർഗീയ ഹിന്ദുത്വവാദികളുടെ ആധിപത്യം കൊടികുത്തി വാഴുന്ന ഉത്തരേന്ത്യനിടങ്ങളിൽ ഏത് ക്രൈസ്തവ മിഷണറിക്കാണ് ആരെയെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റാനാകുക? മതം മാറ്റമല്ല, മിഷണറിമാരുടെ പ്രവർത്തനം വഴി അധസ്ഥിതർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നേടുവാൻ ഇടവരുന്നതാണ് വർഗീയവാദികളുടെ തലവേദന. അടിമകളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് നിമിത്തമുള്ള എതിർപ്പ്. മക്കളെ സ്കൂളിലേക്ക് അയക്കുവാനും വാക്സിനേഷൻ എടുക്കുവാനും രോഗം വന്നാൽ ചികിത്സ തേടാനും വരെ നിർബന്ധിക്കേണ്ടുന്ന വിധം നിരക്ഷരരായി ഇന്നും തള്ളപ്പെടുന്നവർക്ക് വേണ്ടി മിഷനറിമാർ വല്ലതും ചെയ്താലോ ഉപദേശിച്ചാലോ അത് നിർബന്ധിത മതപരിവർത്തന ശ്രമം. മതം മാറ്റാനുള്ള ശ്രമം വേണ്ട, പ്രാർത്ഥനാ യോഗങ്ങൾ മതി കുറ്റം മിഷണറിമാരുടെ തലയിൽ വീഴാൻ. പെന്തക്കോസ്തൽ വിഭാഗത്തെ പഴിച്ച് ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങൾ ആകെ തടസ്സപ്പെടുത്തുവാനാണ് ഉത്തരേന്ത്യൻ ജാതി മേൽക്കോയ്മക്കാർ സമ്മർദ്ദം ചെലുത്തിയത്. അവർ തന്നെയാണ് ഇപ്പോഴും വാഴ്ചക്കാരും വാഴുന്നോറുകളും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.